ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അതിർത്തി കടന്നെത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരിറക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് MK രാഘവൻ MP. ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ നടത്തിയ ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഭീകരവാദത്തിനെതിരെ സമാധാനത്തിനായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മാനാഞ്ചിറ സ്ക്വയറിൽ ഇന്ത്യൻ മനുഷ്യ ഭൂപടം തീർത്ത് വെളിച്ചം പ്രകാശിപ്പിച്ചു. കോഴിക്കോട് മുതലക്കുളം മൈതാനത്തു നിന്നും ആരംഭിച്ച റാലി മാനാഞ്ചിറ സ്ക്വയറിൽ സമാപിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി. ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് പ്രതിജ്ഞ ചൊല്ലി. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന വർഗീയ വിധ്വംസക ശക്തികൾക്കെതിരെ ഞാൻ എന്നും നിലകൊള്ളുന്നതായിരിക്കും. MK രാഘവൻ MP സന്ദേശം നൽകി. ചടങ്ങിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി. തീവ്രവാദികളെ മറയാക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചിട്ട് സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ടെന്ന് MP പറഞ്ഞു. പഹൽഗാമിലും ഇതാണ് ആവർത്തിച്ചത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർ ഓരോ ഭാരതീയന്റെയും അഭിമാനമാണെന്നും തീവ്രവാദത്തെ ചെറുക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല, വീണ്ടും പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു അപകടവും പറ്റാത്ത രീതിയിൽ തിരിച്ചടിക്കാനുമുള്ള നേതൃത്വപരമായ പങ്ക് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ആ ധീര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. പരിപാടിയിൽ MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, ഡോക്ടർ NK മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ